ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഏകദേശം 11 ലക്ഷത്തോളം ഭക്തന്മാർ ഓരോ വർഷവും ഹജ്ജ് കർമ്മത്തിനായി സൗദി സന്ദർശിക്കുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഓരോ രാജ്യത്തു നിന്നും ഹജ്ജ് കർമ്മം നടത്താൻ വർഷം തോറും അപേക്ഷ നൽകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. തന്മൂലം നറുക്കിട്ടാണ് എല്ലാ രാജ്യങ്ങളും വർഷം തോറും ഹാജിമാരെ തിരഞ്ഞെടുക്കുന്നത്. സാമ്പത്തികവും ശാരീരികവുമായി കഴിവുള്ളവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കണം എന്നാണ് മതം ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിക് കലണ്ടർ അനുസരിച്ചാണ് കർമ്മങ്ങളുടെ തീയതി നിശ്ചയിക്കുന്നത്. സൗദിയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജൂൺ മാസത്തിലാണ് ഈ വർഷം ഹജ്ജ് കർമ്മം നടന്നത്. ചൂട് 49 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. 100 കണക്കിന് ഹാജിമാർക്ക് ജീവൻ നഷ്ടമായി. 3000-നടുത്ത ഹാജിമാർ ചികിത്സയിലാണ്. കൃത്യമായ കണക്ക് സൗദി പ്രസിദ്ധീകരിക്കുമ്പോൾ സൂര്യതാപത്തിന് ഇരയായവരുടെ എണ്ണം കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. 2 ആഴ്ച മുമ്പാണ് ഇസ്രായേൽ പാസ്പോർട്ടുമായി വരുന്ന സന്ദർശകർക്ക് പ്രവേശനാനുമതി നിഷേധിക്കാൻ മാലി സർക്കാർ തീരുമാനിച്ചത്. പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ നടപടി. വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞതോടെ മാലിയുടെ വരുമാനത്തിലും കുറവുണ്ടായി. ഇന്ത്യൻ സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയപ്പോഴും മാലിദ്വീപിന് ഇതുപോലെ നഷ്ടമുണ്ടായി. ഇത് ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഇസ്രായേൽ സഞ്ചാരികളിൽ എല്ലാവരും യഹൂദന്മാരല്ല. ഇവരിൽ അറബ് വംശജരും മുസ്ലിം മതവിശ്വാസികളും ഉണ്ട് എന്ന് മാലി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ നിരോധനം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇസ്രായേലിൻ്റെ ജനസംഖ്യയുടെ 18% കൂടുതൽ മുസ്ലിങ്ങളാണ്. ഇത് ഏതാണ്ട് 11 ലക്ഷത്തോളം വരും. നിരോധനം നിലനിൽക്കുമ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള മുസ്ലിം സഞ്ചാരികൾക്കും മാലിദ്വീപിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ നിരോധനം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. മാലി മാത്രമല്ല, ഇസ്രായേലിനെ വിമർശിക്കുന്ന പലരും ഇത് മറക്കുന്നു. യുദ്ധം നേരിടാനായി രൂപീകരിച്ച പ്രത്യേക മന്ത്രിസഭ പിരിച്ചുവിട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് ആക്രമണത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു മന്ത്രിസഭ രൂപീകരിച്ചത്. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, പ്രതിപക്ഷ നേതാവ്, 2 നിരീക്ഷകർ ഉൾപ്പെടെ 5 പേരെയാണ് ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. ജൂൺ 8 മുമ്പായി യുദ്ധത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാകണം എന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു. തീരുമാനങ്ങൾ ഒന്നും ആകാതിരുന്നതിനാൽ പ്രതിപക്ഷ നേതാവ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും ഭരണകക്ഷിക്കുള്ള പിന്തുണ പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോഴും ഭരണകക്ഷിക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ മന്ത്രിക്ക് അധികാരത്തിൽ തുടരാം. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുത് എന്ന് ഒരു വിഭാഗവും എങ്ങനെയും ബന്ദികളെ മോചിപ്പിക്കണം എന്ന് മറ്റൊരു വിഭാഗവും ആവശ്യപ്പെടുന്നു. ഈ 2 വിഭാഗത്തെയും ഒരുമിച്ച് നിർത്താതെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല.
റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഉത്തര കൊറിയ സന്ദർശിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു റഷ്യൻ പ്രസിഡന്റ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നത്. ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ റഷ്യയുടെ ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഉത്തര കൊറിയയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാനാണ് ഈ സന്ദർശനം എന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും വിലയിരുത്തുന്നത്. ആറ്റം ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ പേരിൽ ഉത്തര കൊറിയയുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങളെ റഷ്യ അനുകൂലിച്ചിട്ടുണ്ട്. ഈ നിലപാടിൽ മാറ്റം വരുമോ എന്ന സംശയവും അമേരിക്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സെപ്റ്റംബറിൽ പുടിൻ ചൈന സന്ദർശിച്ചതും ഇപ്പോൾ ഉത്തര കൊറിയ സന്ദർശിക്കുന്നതും തങ്ങൾക്കെതിരെ ഒരു സഖ്യം രൂപപ്പെടുന്നതിൻ്റെ സൂചനയായിട്ടാണ് അമേരിക്ക കാണുന്നത്. ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ വിൽക്കുന്നു എന്ന ആരോപണം ഇരു രാജ്യങ്ങളും നിഷേധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഇറ്റലിയിൽ നടന്ന G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ ഉക്രൈനിന് വലിയ സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പുടിൻ ഉത്തര കൊറിയയിൽ എത്തിയത്. ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പൈൻസിൻ്റെയും ചൈനയുടെയും കപ്പലുകൾ തമ്മിൽ കൂട്ടിമുട്ടി. തങ്ങളുടെ അധികാര പരിധിക്കുള്ളിലേക്ക് ഫിലിപ്പൈൻസിൻ്റെ കപ്പലുകൾ പ്രവേശിച്ചു എന്നാണ് ചൈന ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെ സഞ്ചരിച്ചിരുന്ന തങ്ങളുടെ കപ്പലുകളെ ചൈന ആക്രമിച്ചു എന്നാണ് ഫിലിപ്പൈൻസ് ആരോപിക്കുന്നത്. ദക്ഷിണ ചൈന കടൽ തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ട ഒരു മേഖലയായിട്ടാണ് ചൈന കാണുന്നത്. ഈ കടലിലൂടെയുള്ള അന്താരാഷ്ട്ര സമുദ്രപാതയെ ചൈന അംഗീകരിക്കുന്നില്ല. ചൈനയുടെ ഈ വാദം അന്താരാഷ്ട്ര ട്രിബ്യൂണലുകൾ നിരാകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മാർക്കോസ് ജൂനിയർ അധികാരം ഏറ്റെടുത്തതിനെ തുടർന്ന് ചൈനയുടെ തീരസംരക്ഷണ സേന പല പ്രാവശ്യം ഫിലിപ്പൈൻസിൻ്റെ കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. ചൈന പക്ഷത്തു നിന്നും അമേരിക്കയുടെ പക്ഷത്തേക്ക് ഫിലിപ്പൈൻസിനെ കൊണ്ടുവന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റാണ്. അമേരിക്കയുടെ സഖ്യകക്ഷി ആയതുകൊണ്ടാണ് ചൈന ഫിലിപ്പൈൻസിനെ ആക്രമിക്കുന്നത്. ചൈന ഫിലിപ്പൈൻ സംഘർഷങ്ങൾ പുതിയ ഒരു പോർമുഖമായി മാറുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളാണ് ജൂൺ 15-16 തീയതികളിൽ സ്വിറ്റ്സർലൻഡിൽ നടന്നത്. സെലൻസ്കി നേരത്തെ മുൻപോട്ട് വച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ. ഇതിനകം പല പ്രാവശ്യം നടന്ന ചർച്ചകളുടെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. ഈ ഉച്ചകോടി ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ചില വ്യവസ്ഥകൾ പാലിക്കാൻ ഉക്രൈൻ തയ്യാറായാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പുടിൻ വ്യക്തമാക്കി. ഉക്രൈൻ സേനയുടെ പിന്മാറ്റം, നാറ്റോയിൽ ചേരാതിരിക്കുക, സാമ്പത്തിക ഉപരോധം പിൻവലിക്കുക തുടങ്ങിയവയാണ് പുടിൻ ആവശ്യപ്പെടുന്നത്. ഹിറ്റ്ലറിൻ്റെ വാഗ്ദാനങ്ങളോടാണ് ഈ വാഗ്ദാനങ്ങളെ സെലൻസ്കി താരതമ്യപ്പെടുത്തിയത്. 57 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത്. എന്നാൽ റഷ്യയുടെയും ചൈനയുടെയും അസാന്നിധ്യം പലരും ചൂണ്ടിക്കാട്ടി. ഈ ഉച്ചകോടിയുടെ ഒരു തീരുമാനവും റഷ്യയുടെ സഹകരണം കൂടാതെ നടപ്പാക്കാൻ കഴിയില്ല. ഒരു മധ്യസ്ഥൻ എന്ന നിലയിലെങ്കിലും ചൈനയെ കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു എന്നാണ് പലരുടെയും വിമർശനം. ചൈനയുടെ പ്രധാനമന്ത്രി ലീ ക്യാങ് ഓസ്ട്രേലിയ സന്ദർശിച്ചു. കോവിഡിൻ്റെ ഉറവിടം ചൈനയാണോ എന്ന് പരിശോധിക്കണമെന്ന് പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും അകലാൻ തുടങ്ങിയത്. ഓസ്ട്രേലിയയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും മരവിപ്പിച്ചുകൊണ്ടാണ് ചൈന ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചത്. പുതുതായി അധികാരമേറ്റെടുത്ത
പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ചൈന സന്ദർശിച്ചതിനെ തുടർന്നാണ് മഞ്ഞുരുകാൻ തുടങ്ങിയത്. ഇപ്പോഴത്തെ ചർച്ചകൾക്കൊടുവിൽ സംയുക്ത പ്രസ്താവന ഒപ്പിടാൻ തുടങ്ങുമ്പോൾ ഒരു ഓസ്ട്രേലിയൻ പത്രപ്രവർത്തക ഫോട്ടോയിൽ വരുന്നത് തടയാൻ ചൈനീസ് ഉദ്യോഗസ്ഥൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം നേടി. ചാരപ്രവർത്തനം ആരോപിച്ച് ഈ പത്രപ്രവർത്തകയെ ദീർഘകാലം ചൈന തടവിൽ സൂക്ഷിച്ചിരുന്നതാണ്. പ്രധാനമന്ത്രി ഇടപെട്ടതിനെ തുടർന്നാണ് ഇവരെ ചൈന മോചിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു കുറ്റവാളിയും തങ്ങളുടെ പ്രധാനമന്ത്രിയും ഒരേ ഫോട്ടോയിൽ വരുന്നത് തടയാനായിരുന്നു ശ്രമം. പക്ഷേ വിജയിച്ചില്ല. ഉത്തര കൊറിയൻ സന്ദർശനം പൂർത്തിയാക്കി റഷ്യൻ പ്രസിഡന്റ് പുടിൻ ബുധനാഴ്ച വിയറ്റ്നാമിലെത്തി. ഉത്തര കൊറിയൻ സന്ദർശനത്തേക്കാൾ വലിയ പ്രാധാന്യമാണ് ഈ സന്ദർശനത്തിന് അമേരിക്കയും സഖ്യകക്ഷികളും കൽപ്പിക്കുന്നത്. അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിയറ്റ്നാമിനെ ആളും അർത്ഥവും നൽകി സഹായിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയനാണ്. അമേരിക്കയെ പരാജയപ്പെടുത്തിയ വിയറ്റ് കോങ്ങുകൾ ഉപയോഗിച്ചതിലേറെയും സോവിയറ്റ് യൂണിയൻ്റെ ആയുധങ്ങളാണ്. രണ്ടു രാജ്യങ്ങളും ഇപ്പോഴും ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. എന്നാൽ ഇന്ത്യയെപ്പോലെ ഒരു ചേരിചേരാ നയമാണ് ഇപ്പോൾ വിയറ്റ്നാം പിന്തുടരുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷം പിടിച്ചിട്ടില്ല. ചൈനയും അമേരിക്കയുമായി സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഈ അടുത്ത കാലത്ത് വിയറ്റ്നാം സന്ദർശിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യതയുള്ള വിയറ്റ്നാമിൻ്റെ പിന്തുണ റഷ്യയ്ക്ക് ലഭിക്കുന്നതിനെ അമേരിക്ക ഉത്കണ്ഠയോടെയാണ് കാണുന്നത്. അമേരിക്കയിലെ ഒരു സംസ്ഥാനമായ ലുസിയാനയിൽ ഗവർണർ കഴിഞ്ഞ ആഴ്ചയിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് വലിയ വിവാദമായി. എല്ലാ പബ്ലിക് സ്കൂളുകളിലും പരസ്യമായി 10 കൽപ്പനകൾ പ്രദർശിപ്പിക്കണം എന്നാണ് ഉത്തരവ്. വലിയ അക്ഷരത്തിൽ എഴുതി എല്ലാവർക്കും കാണാവുന്ന ഒരു സ്ഥലത്താണ് ഈ ബോർഡ് സ്ഥാപിക്കേണ്ടത്. ഇതിനെ ഭരണഘടനയുടെ ലംഘനമായിട്ടാണ് പൗരാവകാശ പ്രവർത്തകർ കാണുന്നത്. ഏതെങ്കിലും ഒരു മതം പ്രചരിപ്പിക്കാനായി വിദ്യാലയങ്ങൾ പോലെയുള്ള പൊതുസ്ഥാപനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ ഭാഗമായ 10 കൽപ്പനകൾ പ്രചരിപ്പിക്കാനായി പൊതുസ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിനെ എതിർക്കാനാണ് പൗരാവകാശ പ്രവർത്തകരുടെ തീരുമാനം. മതപ്രചരണമല്ല, കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണമാണ് തങ്ങളുടെ ലക്ഷ്യം എന്നാണ് ഗവർണറുമായി ബന്ധപ്പെട്ടവർ വിശദീകരിക്കുന്നത്. മതവുമായി ബന്ധപ്പെട്ട എന്തിനേയും പുരോഗമന വിരുദ്ധമായി കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തന്മൂലം ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ മതത്തിൻ്റെ സൂചനകൾ നൽകുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. അൻപത് വർഷമായി തുടരുന്ന പെട്രോ ഡോളർ കരാർ പുതുക്കേണ്ട എന്ന് സൗദി തീരുമാനിച്ചു. സൗദിയിലെ രാജകുടുംബവും അമേരിക്കൻ പ്രസിഡന്റ് നിക്സണും ചേർന്നാണ് ഈ കരാർ ഒപ്പിട്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ സൗദി വിൽക്കുന്ന എണ്ണയുടെ വില ഡോളറായി സ്വീകരിക്കണം എന്നാണ് കരാർ. ജൂൺ 8 അവസാനിച്ച ഈ കരാർ സൗദി പുതുക്കിയില്ല. അമേരിക്ക സൗദി ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നതിൻ്റെ സൂചനയായിട്ടാണ് പലരും ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. സൗദി മറ്റു നാണയങ്ങളിൽ വ്യാപാരം നടത്തുന്നത് ഡോളറിനെ പ്രതികൂലമായി ബാധിക്കും. റഷ്യയും ചൈനയുമാണ് ഈ മാറ്റത്തിനായി
കരുക്കൾ നീക്കിയത് എന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. ഈ രണ്ടു രാജ്യങ്ങൾ മാത്രമല്ല, ബ്രിക്സ് കൂട്ടായ്മയും സ്വന്തമായി ഒരു നാണയം തയ്യാറാക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡോളറിൻ്റെ കരുത്താണ് അമേരിക്കൻ മേൽക്കോയ്മയുടെ അടിത്തറ. ഡോളറിലുള്ള കൈമാറ്റം കുറഞ്ഞാൽ അത് അമേരിക്കയെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ സൗദിയെ ഒപ്പം നിർത്താനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. പ്രക്ഷേപണ ദൗത്യങ്ങളുടെ ജനകീയതയിൽ ശ്രവ്യാനുഭവങ്ങളുടെ ആസ്വാദ്യതയ്ക്കൊരു മറുവാക്ക്. ജൻവാണി 90.8 FM.